നവംബർ 21 വ്യാഴാഴ്ച. മത്തായി 12:46 മുതൽ 50 വരെ വാക്യങ്ങൾ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദേവാലയ സമർപ്പണ തിരുനാളാണ് ഇന്ന് സഭ ആഘോഷിക്കുന്നത്. 6-ാം നൂറ്റാണ്ട് മുതൽ ഈ തിരുനാൾ ജെറൂസലേമിൽ ആഘോഷിക്കാൻ തുടങ്ങി. ഈ രഹസ്യത്തിൻ്റെ ബഹുമാനാർത്ഥം അവിടെ ഒരു ദേവാലയം പണിതു. മറിയത്തിൻ്റെ ജനനം പോലെ ദേവാലയത്തിൽ മേരിയെ സമർപ്പിക്കുന്നത് നാം വായിക്കുന്നത് അപ്പോക്രിഫൽ സാഹിത്യത്തിൽ മാത്രമാണ്. ചരിത്രാതീതമായ ഒരു വിവരണമായി അംഗീകരിക്കപ്പെട്ടതിൽ മേരിയുടെ മാതാപിതാക്കളായ അന്നയും ജോവാക്യമും അവൾക്ക് 3 വയസ്സുള്ളപ്പോൾ മറിയത്തെ ദേവാലയത്തിൽ സമർപ്പിച്ചതായി ജെയിംസിൻ്റെ പ്രോട്ടോവാഞ്ചലിയും നമ്മോട് പറയുന്നു. അന്നയ്ക്ക് കുട്ടികളില്ലാത്തപ്പോൾ ദൈവത്തോട് ചെയ്ത ഒരു വാഗ്ദാനം നിറവേറ്റാനായിരുന്നു ഇത്. ചരിത്രപരമായി തെളിയിക്കാൻ കഴിയില്ലെങ്കിലും പരിശുദ്ധ മറിയത്തിൻ്റെ ദൈവശാസ്ത്രപരമായ ഒരു അവതരണം ഇവിടെ കാണാം. അമലോത്ഭവ ഗർഭധാരണത്തിൻ്റെയും മറിയത്തിൻ്റെ ജനനത്തിൻ്റെയും തിരുനാളുകളുടെ സ്വാധീനം ഇവിടെ കാണുന്നു. ഭൂമിയിലെ മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ മറിയത്തിനുണ്ടായ വിശുദ്ധി അവളുടെ ബാല്യകാലത്തിലും അതിനുശേഷവും തുടർന്നുവെന്ന് ഇത് ഊന്നിപ്പറയുന്നു. വിശുദ്ധ ലൂക്കാസിൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ദേവാലയത്തിൽ യേശുവിൻ്റെ സമർപ്പണത്തിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധരായ ശിമയോനും പ്രവാചകയായ അന്നയും അവൻ്റെ അമ്മയുടെ സമർപ്പണത്തിനും സാക്ഷികളായിരിക്കാൻ സാധ്യതയുണ്ട്. മേരിയുടെ യഥാർത്ഥ വിശുദ്ധി അവർ അന്നു മുതൽ നിരീക്ഷിച്ചിരിക്കണം. ദേവാലയത്തേക്കാൾ മെച്ചമായി മറിയത്തിൻ്റെ ദൗത്യത്തിനായി എവിടെയാണ് തയ്യാറാകാൻ കഴിയുക? 12 വർഷത്തെ പ്രാർത്ഥനയും ധ്യാനവും കഷ്ടപ്പാടുകളും ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ ഒരുക്കമായിരുന്നു. മറിയത്തിൻ്റെ ആർദ്രമായ ആത്മാവ് ഏറ്റവും വിലയേറിയ കൃപകളാൽ അലങ്കരിക്കപ്പെടുകയും വിശുദ്ധ മാലാഖമാരുടെ വിസ്മയത്തിനും സ്തുതിക്കുമായുള്ള ഒരു വസ്തുവായി മാറുകയും അതുപോലെ തന്നെ പരിശുദ്ധ സ്ത്രീത്വത്തിന് അത്യധികം ആത്മസംതൃപ്തി നൽകുന്നതും ആയിരുന്നു. വിശുദ്ധ ജെറോമിൻ്റെ അഭിപ്രായത്തിൽ മറിയത്തിൻ്റെ ഒരു ദിവസം എങ്ങനെ ചെലവഴിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പ്രഭാതം മുതൽ രാവിലെ 9 മണി വരെ അവൾ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. 9 മണി മുതൽ 3 മണി വരെ അവിടെയുള്ള പല ജോലികളിലും ഏർപ്പെട്ടു. പിന്നെ വീണ്ടും പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു. രാത്രി അവൾ എല്ലായ്പ്പോഴും കാവൽ നിൽക്കുമായിരുന്നു. പഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠയായവളും സങ്കീർത്തനങ്ങളിൽ ഏറ്റവും തീഷ്ണതയുള്ളവളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും തീഷ്ണതയും കന്യകമാരിൽ ഏറ്റവും പരിശുദ്ധയും എല്ലാ പുണ്യങ്ങളിലും എല്ലാ തികഞ്ഞവളുമായിരുന്നു മറിയം. മറിയത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നത് ഏറ്റവും തികഞ്ഞ ത്യാഗത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളും ആയിട്ടാണ്. അത് ഉദാരവും സന്തോഷകരവും ഖേദകരമല്ലാത്തതും
സംവരണമില്ലാതെയും ആയിരുന്നു. അത് ദൈവത്തിന് എത്ര യോജിച്ചതായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനുള്ള നമ്മുടെ സമർപ്പണവും മറിയത്തിൻ്റെ രക്ഷാകർത്തൃത്വത്തിൽ നടത്തപ്പെടട്ടെ. അവളുടെ ശക്തമായ മധ്യസ്ഥതയാൽ നമ്മെ സഹായിക്കുകയും അവളുടെ വിവരണാതീതമായ യോഗ്യതകളായി നമ്മെ ഐക്യപ്പെടുത്തുകയും ചെയ്യട്ടെ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.